الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങൾ, രോഗികളായി കഴിയുന്നവർ, മറ്റു പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 58-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. തീർച്ചയായും അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്ത്, അമാനത്തുകളെ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം, അത് നിങ്ങൾ നിർവഹിക്കണം. ഇലാ അഹ്ലിഹാ, അതിന്റെ അഹ്ലുകാരിലേക്ക്, അവകാശികൾക്ക് നിങ്ങൾ നൽകണമെന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്നുവെന്നാണ് ആയത്തിന്റെ ആദ്യ ഭാഗം. സാമൂഹ്യമായി ജീവിക്കുമ്പോൾ പല തരത്തിലുള്ള ഇടപാടുകൾ
കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം വിശ്വസിച്ചുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കടമിടപാടുകൾ എന്നത്. സ്വാഭാവികമായും നിത്യജീവിതത്തിൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി പലരിൽ നിന്നായി നമുക്ക് കടം വാങ്ങേണ്ടി വരാറുണ്ട്. പക്ഷേ ഏറെ ഗൗരവപൂർവം ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യമാണ് കടമെന്നത് വിസ്മരിക്കാൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കടം വാങ്ങുന്ന ആളുകളുണ്ട്. തിരിച്ചു കൊടുക്കാൻ സോഴ്സ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ പല വഴിയിലായി കടം വാങ്ങി വീട്ടാൻ പോലും ശ്രമിക്കാതെ, ഒരു ഗൗരവം പോലും കാണാതെ അതങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന ആളുകളും ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണ്, അഥവാ ആയത്തുൽ ദൈൻ, കടവുമായി ബന്ധപ്പെട്ട ആയത്ത്. അതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരു പേജ് പൂർണ്ണമായും ഒറ്റ ആയത്താണ്. കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും പാലിക്കേണ്ട നിയമങ്ങളെയാണ് ആ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ആയത്ത് ആരംഭിച്ചു തന്നെ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല ആ വിഷയം അവിടെ ആരംഭിക്കുന്നത്. ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങൾ പരസ്പരം കടമിടപാടുകൾ നടത്തുകയാണ് എങ്കിൽ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹു, നിശ്ചിതമായ ഒരു അവധി വെച്ചുകൊണ്ട് പരസ്പരം നിങ്ങൾ കടമിടപാടുകൾ നടത്തുന്നുവെങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം വിശ്വാസികളെ എന്നാണ് ആയത്തിന്റെ ആദ്യ ഭാഗം. പിന്നീട് എഴുതുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, എഴുതാൻ ആവശ്യപ്പെട്ടാൽ എഴുതി കൊടുക്കേണ്ട ബാധ്യത, സാക്ഷികൾ വേണമെന്നുള്ളത്, അതിൽ പിന്നെ കൃത്രിമത്വങ്ങൾ കാണിക്കാൻ പാടില്ല എന്നുള്ളത് തുടങ്ങി വ്യത്യസ്തമായ നിയമങ്ങൾ കടവുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ഏറ്റവും വലിയ ആയത്തായിട്ടും പലപ്പോഴും നമ്മളാരും ആ ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറില്ല. കടം വാങ്ങലുണ്ട്, കൊടുക്കലുണ്ട് എന്നല്ലാതെ അതൊന്നും ഈ ആയത്തിൽ പറഞ്ഞ പ്രകാരം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് സാക്ഷികളെ കൂടി അതിന് പ്രത്യേകമായി സാക്ഷ്യം വഹിപ്പിച്ചുകൊണ്ടൊക്കെ നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് കടമെന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, ലൗ കാന ലീ മിസ്ല ഉഹുദിൻ ദഹബ, ഉഹുദ് മലയോളം സ്വർണം എനിക്കുണ്ടായാലും ശരി, അതൊക്കെ സമ്പാദ്യമായി സൂക്ഷിച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. ഇല്ലാ ശൈഉൻ അർസുലുഹു ലിദൈനിൻ, കടം വീട്ടാൻ വേണ്ടി എടുത്തു വെക്കുന്ന വല്ലതും ആവശ്യമെങ്കിൽ, അതല്ലാതെ മറ്റൊന്നും ബാക്കി വെക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലിയ സമ്പാദ്യം ഉണ്ടായാലും ആ സമ്പാദ്യം ഒരു സമ്പാദ്യമാക്കി സൂക്ഷിച്ചു വെക്കാനല്ല നബി തങ്ങൾ ആഗ്രഹിച്ചത്, എല്ലാം കൊടുക്കാനാണ്. പക്ഷെ അതിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ ഒന്ന്, കടം വീട്ടാനുണ്ടെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ട വല്ലതുമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ മാത്രമേ എനിക്കങ്ങനെ ആഗ്രഹമുള്ളൂവെന്നാണ് നബി തങ്ങൾ പറയുന്നത്. കടത്തിന്റെ ഗൗരവമാണ് ആ വചനം നമ്മെ അറിയിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു, ആരെങ്കിലും ജനങ്ങളുടെ സമ്പാദ്യം ഒരാൾ വാങ്ങുന്നു, യുരീദു അദാഅഹു, അത് വീട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് വാങ്ങുന്നത്. കടം വാങ്ങുമ്പോൾ തന്നെ എത്രയും വേഗം കൊടുക്കണമെന്നാണ്, തിരിച്ചു കൊടുക്കണമെന്നാണ്, വീട്ടണമെന്നാണ് അയാളുടെ നിയ്യത്ത് എങ്കിൽ അദ്ദല്ലാഹു അൻഹു, അത് വീട്ടാൻ ആവശ്യമായ വഴികളെ അല്ലാഹു തആല അവന് ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ വമൻ അഖദഹാ
യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാഹ്. എന്നാ വാങ്ങുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കാനൊന്നും ഉദ്ദേശമില്ല, അതൊരു കാര്യമായ കാര്യത്തിന് വേണ്ടി വാങ്ങിയതുമല്ല. അതങ്ങനെ വാങ്ങിക്കൂട്ടുക, തുളച്ചു കളയുക എന്ന ഉദ്ദേശമേ അവനുള്ളുവെങ്കിൽ അത്ലഫഹുല്ലാഹ്, അല്ലാഹു തആല അതിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. അവന്റെ ഒരു കാര്യത്തിലും ഉപകാരപ്പെടാതായി മാറുകയും പിന്നീട് വീട്ടാൻ കഴിയാതെ പോവുകയും ചെയ്യുമെന്നാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ കടമെന്നതിനെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഏതാണ് എല്ലാ മനുഷ്യന്മാരും കടമുള്ളവർ തന്നെയാണ്. ചെറിയ ചെറിയ സംഖ്യകൾ മുതൽ വലിയ വലിയ ലക്ഷങ്ങളും അതിനപ്പുറത്തേക്കുമൊക്കെ കടം വാങ്ങി എത്രയോ കൊല്ലങ്ങളായി ആ കടം വീട്ടാൻ പോലും ശ്രമിക്കാതെ നടക്കുന്ന ആളുകളുണ്ട്. അതിനിടയിൽ നമ്മുടെ എല്ലാ കാര്യവും നടക്കുന്നുണ്ടാകും, എല്ലാ സംഗതികളും അതൊക്കെ മുടങ്ങാതെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ആ കടം വരെ ഇതുവരെ വീട്ടിയിട്ടില്ല എങ്കിൽ ഷഹീദിന് പോലും പുറത്തു കിട്ടാത്ത ഒന്നാണ് കടമെന്നത് നാം മറക്കാതിരിക്കണം. മയ്യത്ത് പോലും വന്നാൽ നബി തങ്ങൾ ചോദിക്കുമായിരുന്നു, ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടോ എന്ന് ചോദിക്കുകയും വല്ലവരും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അത് വീട്ടാൻ വഴിയില്ലെങ്കിൽ നബി തങ്ങൾ ആ മയ്യത്ത് നിസ്കരിക്കാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് ഒന്നിലേറെ സംഭവങ്ങളിൽ കാണാൻ കഴിയും. മദീന പള്ളിയിൽ ഒരു മയ്യത്ത് വന്നാൽ നബി തങ്ങൾ ചോദിക്കാനാണ് പതിവ്, ഇയാൾ ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടോ? നമ്മുടെ നാട്ടിലുള്ളതുപോലെ സാധാരണ ഒരു താവഴിയായി പടഞ്ഞു പോകുന്ന കേവലമായ ഭംഗി വാക്കല്ല. നബി തങ്ങൾ ചോദിക്കും, ഇയാൾ ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടോ? അങ്ങനെ ആർക്കും കിട്ടാനുണ്ടെങ്കിൽ ഒരു പറയും, നബി എനിക്ക് ലഭിക്കാനുണ്ട്, ഇത്ര തരാനുണ്ട് എന്ന് പ്രവാചകൻ പറയും. വീട്ടാൻ വല്ല വഴിയുമുണ്ടോ ചോദിക്കും. വഴിയൊന്നുമില്ലെങ്കിൽ നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കും. നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക എന്ന് നബി തങ്ങൾ പറയാറുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ സുഹൃത്തുക്കളോ മറ്റോ അത് ഏറ്റെടുക്കും, ഞാൻ വീട്ടാമെന്ന് പറയും എങ്കിൽ പ്രവാചകൻ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്യും. ഏറ്റെടുത്ത സ്വഹാബിയോട് പോലും നബി തങ്ങൾ പിന്നീടത് ഗൗരവമായി ഓർമ്മപ്പെടുത്തിയത് പോലും കാണാൻ കഴിയും. അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കടം ഏറ്റെടുക്കുകയും പ്രവാചകർ തങ്ങളെ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം കണ്ടപ്പോൾ അബൂ ഖിലാബയോട് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ ഫഅല ദീനാറാനി യാ അബൂ ഖിലാബ, അല്ല അബൂ ഖിലാബ, നിങ്ങൾ ഏറ്റെടുത്ത ആ 2 ദീനാർ കടമുണ്ടല്ലോ, അത് എന്ത് ചെയ്തു? നിങ്ങളെ കൊടുത്തു വിട്ടിയോ? ആ ബാധ്യത നിങ്ങൾ നിർവഹിച്ചുവെന്ന് ചോദിക്കുകയും അതേ നബിയെ ഞാൻ കൊടുത്തുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അത്രയേറെ ശ്രദ്ധ നബി തങ്ങൾക്ക് കടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്നർത്ഥം. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്ന ആളുകൾ, ഒരു ആവശ്യവും ഉണ്ടായിട്ടല്ല, ചെറിയ 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 ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതൊക്കെ ഒരു പക്ഷേ നടപ്പാക്കാൻ പണമില്ലതാകുമ്പോൾ എവിടെയെങ്കിലും കടം വാങ്ങി കാര്യങ്ങൾ ചെയ്തു വെക്കുകയും പിന്നെ ആ കടം വീട്ടണമെന്ന ചിന്ത പോലുമില്ലാതെ പോവുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുതന്നെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പോയി കടമെടുക്കുന്ന ആളുകൾ, ലോൺ എടുക്കുന്ന ആളുകൾ, എന്നിട്ട് മാസാമാസം പലിശയും കൊടുത്ത് അവന്റെ എല്ലാ ബറക്കത്തും നഷ്ടപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ആളുകളെ പോലും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് വലിയ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് ആവശ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വലാ തസ്അമു അൻ തക്തുബൂഹു സഗീറൻ ഔ കബീറൻ ഇലാ അജലിഹി. എത്ര ചെറിയ കടമാണെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും ശരി, അതിന്റെ അവധി വെച്ചുകൊണ്ട് അത് എഴുതി രേഖപ്പെടുത്താൻ നിങ്ങൾ മടിക്കാൻ പാടില്ല എന്നാണ്. ചെറിയതാണെങ്കിലും പോലും എഴുതി വെക്കാൻ മടിക്കരുത്. എഴുതി വെക്കണം, രേഖപ്പെടുത്തണം, സാക്ഷികൾ വേണം, അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. ഇതാ ഞാൻ മരിച്ചാൽ ഇന്ന ബാധ്യതയുണ്ട്, എന്റെ പുസ്തകത്തിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ആൾക്ക് നൽകാനുണ്ട് എന്ന ആ വിശദാംശങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദാലികും അഖ്സതു ഇൻദല്ലാഹി വഅഖ്റബു ലിശ്ശഹാദ വഅദ്നാ അല്ലാ തർതാബു. അതാണ് ഏറ്റവും നീതിപൂർവമായ നിലപാട്. അതാണ് ഷഹാദത്തിനോട് ഏറ്റവും യോജിക്കുന്നത്. മാത്രവുമല്ല, സംശയിക്കപ്പെടാൻ
നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലതും അതാണ് എന്നാണ്. പരസ്പര ബന്ധത്തിന്റെ പേര് പലപ്പോഴും എഴുതി വെക്കാതെ പോകും. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ ഓർമ്മയില്ലാതായി പോകും. രണ്ടുപേരും പരസ്പരം വിരുദ്ധമായ വാദങ്ങൾ ഉന്നയിച്ചേക്കാം. ഇത്ര തരാനുണ്ട് എന്ന് അയാൾ പറയുന്നു, ഇല്ല അത്ര ഇല്ല, ഇത്രയേ ഉള്ളൂ എന്ന് മറ്റാൾ പറയുന്നു. അതൊക്കെ ആ ബന്ധങ്ങൾ പോലും ഒരുപക്ഷെ ഉലഞ്ഞു പോകാൻ കാരണമായി മാറും. വീട്ടിയോ വീട്ടിയില്ലേ, പൂർണ്ണമായും കൊടുത്തോ ഇല്ലേ, കുറച്ചു പോലും ബാക്കിയുണ്ടോ ഇല്ലേ, അതൊക്കെ ഓർമ്മയില്ലാതായി പോവുകയും അതിന്റെ പേരിൽ പിന്നീട് ആ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നാം ഗൗരവമായി കാണുക. ഏതാണെങ്കിലും കടമെന്നത് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം കടം വാങ്ങാം. രണ്ടാമതായി തിരിച്ചു കൊടുക്കണം, കൊടുത്തു വീട്ടണമെന്ന നെയ്യത്തിൽ മാത്രം കടം വാങ്ങാം. മൂന്നാമതായി എത്ര നേരത്തെ അത് കൊടുത്തു വീട്ടാൻ കഴിയുമോ അത്രയും നേരത്തെ കൊടുത്തു വീട്ടുകയും ചെയ്യുക. സാഹചര്യം അനുകൂലമായി വരുമ്പോഴും പിന്നെയും അത് പിന്നെ വീട്ടാം, പിന്നെ കൊടുക്കാം എന്ന് വിചാരിച്ച് വരുന്ന സമ്പത്തെല്ലാം മറ്റു പല വഴിയിലേക്കും ചെലവഴിക്കുകയും കടം അങ്ങനെ തന്നെ ബാക്കിയാക്കുകയും ചെയ്യുക എന്നത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. നാലാമതായി അത് രേഖപ്പെടുത്തി വെക്കുക, എഴുതി വെക്കുക. വസിയത്തായി പോലും രേഖപ്പെടുത്തുന്നിടത്ത് കടം വല്ലതും ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം അത് വീടി കിട്ടാനായി എളുപ്പമാകാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഇതൊരു അമാനത്താണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ലിഅഹ്ലിഹാ. അമാനത്തുകളെ അതിലെ അഹ്ലുകാർക്ക് കൊടുത്തുവിട്ടാൻ അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നുവെന്ന വിശുദ്ധ ഖുർആനിന്റെ ആ വചനം, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അതിലെ അഹ്ലുകാരിലേക്ക് അമാനത്തുകളെ കൊടുത്തുവിട്ടാൻ റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നുവെന്നത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെ. ഇന്നല്ലാഹ യഅ്മുറുക്കും, ഇന്ന എന്നാൽ തീർച്ചയായും എന്നാണ്. അപ്പൊ തീർച്ചയായും എന്ന വാക്കോടെ കൊടുത്തു. അതിന്റെ കൂടെ യഅ്മുറുക്കും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുവെന്നാണ് പറഞ്ഞത്. കൽപ്പന വാജിബാണ്, അംറ് വാജിബാണ്, നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായും ചെയ്യാൻ പടച്ച റബ്ബ് കൽപ്പിച്ച കാര്യമാണ് അമാനത്തുകളെ തിരിച്ചേൽപ്പിക്കുക എന്നത്. ആ അമാനത്തിൽ പ്രധാനപ്പെട്ട അമാനത്താണ് കടമെന്നത്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് മറ്റൊരു അമാനത്താണ്. സ്വകാര്യമായി ഏൽപ്പിച്ച ഏത് കാര്യവും അതൊരു അമാനത്താണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ അമാനത്താണ് കടമെന്നത്. കാരണം വാജിബായ, ലാസിമായ, നിർബന്ധമായും വീട്ടേണ്ടുന്ന കാര്യമാണല്ലോ കടമെന്നത്. അതുകൊണ്ട് തന്നെ ആ കടത്തിന്റെ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവുകയും അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം കടം വാങ്ങുക. അതല്ലെങ്കിൽ ഉള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ട് ഉള്ളത് പ്രകാരം ജീവിക്കുക. നമുക്ക് ശേഷി ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യാം. ശേഷി ഇല്ലെങ്കിൽ തൽക്കാലം വേണ്ടെന്ന് വെക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഖനാഅത്ത്, ഉള്ളത് സംതൃപ്തമായി ജീവിക്കുക. അതാണ് വിശ്വാസിയുടെ ശരിയായ രീതി. ആ ഒരു കാര്യത്തിൽ ഒരു നല്ല ശ്രദ്ധ, ഗൗരവപൂർവമായ ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുന്ന അല്ലാഹു തആല താങ്ങാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിൽ നിന്ന് റബ്ബിനോട് കാവലിനെ തേടുകയും കടം വീടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് ഹദീസുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഉന്നയിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഒരു ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ ക്ഫിനി ബിഹലാലിക,
നിന്റെ ഹലാല് കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണേ. അൻ ഹറാമിക, ഹറാമിലേക്കൊന്നും പോകാതെ, നീ ഹറാമാക്കി നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ ഹലാലായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നീ എനിക്ക് മതിയാക്കി തന്നെ അല്ലാഹ്. വഖ്ഫിനി ബിഫദ്ലിക അമ്മൻ സിവാക് വഅഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക്. നിന്റെ ഫദ്ൽ കൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകാതെ നീ എനിക്ക് മതിയാക്കി തരണമേ എന്നാണ്. പടച്ച റബ്ബ് നൽകിയതെന്തോ അത് തൃപ്തിപ്പെടുക, അതുകൊണ്ട് മതിയാവുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഹലാലായ വഴിക്ക് മാത്രം സമ്പാദിച്ച് ആ സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വഴി പടച്ച റബ്ബേ നീ എനിക്ക് ഉണ്ടാക്കി തന്നെ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആശയം. ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുക എന്നതല്ല, അത് ദുനിയാവിൽ നടക്കുന്ന കാര്യവുമല്ല. ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകുന്നത് സ്വർഗത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഹലാലായ വഴിക്ക് റബ്ബെ സമ്പാദിക്കാനും ആ ഹറാമിലേക്കൊന്നും പോകാതെ ഹലാല് കൊണ്ട് മാത്രം ജീവിതത്തിന്റെ കാര്യങ്ങളെ മതിയാകാനുമുള്ള തൗഫീഖിനായി നബി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. അതേപോലെ വർദ്ധിച്ചു വരുന്ന കടങ്ങള്, അതിൽ നിന്ന് നബി ഞങ്ങൾ കാവൽ തേടിയതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. വർദ്ധിച്ചു വരുന്ന കടങ്ങൾ, അധികമായി വരുന്ന കടങ്ങൾ, താങ്ങാൻ കഴിയാത്ത, വീട്ടാൻ കഴിയാത്ത കടങ്ങൾ, മേൽക്കുമേലെ കടബാധ്യതകൾ വന്നു അവസാനം അത് വീട്ടാൻ കഴിയാത്ത അവസ്ഥയായി സ്വാഭാവികമായും അത് മനുഷ്യനെ മറ്റൊരുപാട് തിന്മയിലേക്ക് കൊണ്ടുപോകും. കളവുകൾ പറയേണ്ടി വരും, പറഞ്ഞ വാക്കുകൾ ലംഘിക്കേണ്ടി വരും, വിശ്വാസ വഞ്ചന ചെയ്യേണ്ടി വരും. പിന്നീട് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നൊക്കെ മാറി പലപ്പോഴും ഇബാദാത്തുകളിൽ പോലും ശ്രദ്ധ കിട്ടാൻ പള്ളികളിലേക്ക് പോലും വരാൻ കഴിയാതെ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവലിനെ തേടിയ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രാർത്ഥനയും ഈ രംഗത്ത് അനിവാര്യമാണ് എന്നർത്ഥം. ഹലാൽ കൊണ്ട് മതിയാവാനുള്ള പ്രാർത്ഥന, ഉള്ളതിൽ തൃപ്തി കിട്ടാനുള്ള പ്രാർത്ഥന, മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങളല്ല നാം പരിഗണിക്കേണ്ടത്. അലി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശങ്ങളിൽ കാണാം, എനിക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടെങ്കിൽ, ജീവിത ചെലവുകൾ നിനക്ക് ഭാരമാണ് എങ്കിൽ നീ ക്ഷമിക്കുക, എന്നല്ലെങ്കിൽ നാളെ ഒരു ആശ്വാസം കിട്ടിയേക്കാം. നിനക്ക് എന്തു പ്രയാസങ്ങൾ വന്നാലും ശരി, എത്ര വിപത്തുകളും ബുദ്ധിമുട്ടുകളും വന്നാലും ശരി, നീ ഏറ്റവും നല്ല നിലവാരത്തിലല്ലാതെ ആളുകളുമായി നീ ഇടപഴകരുത്. ആളുകൾക്ക് മുമ്പിൽ നിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ്, കട്ടപ്പാടുകൾ പറഞ്ഞ്, ഇല്ലായ്മകൾ പറഞ്ഞ്, അങ്ങനെയല്ല നീ ജനങ്ങളുമായി ഇടപഴകേണ്ടത്. എപ്പോഴും മാന്യമായ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കണമെന്ന് നാലാം ഖലീഫ അലി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എപ്പോഴും ഹലാല് കൊണ്ട് മതിയാക്കുക, ഒരുപാട് സമ്പാദിക്കുക എന്നുള്ളതല്ല. ഹക്കും ബാത്തിലും നോക്കാതെ, ഹലാലും ഹറാമും നോക്കാതെ, പലിശക്ക് വാങ്ങിയും അതേപോലെ തെറ്റായ വഴികൾ സ്വീകരിച്ചും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും ഒക്കെ എങ്ങനെയെങ്കിലും പരമാവധി ഉണ്ടാക്കണമെന്നല്ല ചിന്തിക്കേണ്ടത്. ഹലാലായ വഴിക്ക് എത്ര സമ്പാദിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ ആ ഹലാല് കൊണ്ട് മതിയാവുക. ഹറാമിലേക്കൊന്നും പോകാതെ ഹലാല് കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണേ. നീ നൽകുന്നതിൽ നീക്കൊരു ഖീന, ഒരു ധന്യത, ഒരു ഐശ്വര്യം നൽകണേ. അമ്മൻ സിവാക, നീ അല്ലാത്തവരിലേക്ക് പോകാതെ, മറ്റുള്ളവരിലേക്ക് പോകാതെ നിന്നോട് പറയാനുള്ളത് പറയുക. നീ നൽകുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുക, അത് തൃപ്തിപ്പെടുക. ആ ഒരു സാഹചര്യം നീ എനിക്ക് നൽകണേ എന്ന പ്രാർത്ഥന അതിൽ പ്രധാനമാണ്. സമാനമായ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ, കടം വീടാനുള്ള പ്രാർത്ഥനകൾ ഒക്കെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പഠിക്കുകയും അങ്ങനെ കടബാധ്യത ഉണ്ടെങ്കിൽ അത്തരം പ്രാർത്ഥനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. എത്ര വേഗത്തിൽ കടത്തിന് മുക്തമാകാൻ കഴിയുമോ, എത്ര വേഗം കടം വീട്ടാൻ കഴിയുമോ, ചില നഷ്ടങ്ങൾ സഹിച്ചാലും വേണ്ടില്ല, ആ കടം എത്രയും വേഗം വീട്ടി ആരോടും പ്രത്യേകിച്ച് ബാധ്യതയില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ന്യായമായി മര്യാദക്ക് ജീവിക്കാൻ ആവശ്യമായ വഴികളിലേക്ക് മാത്രം പരിമിതപ്പെടുകയും റബ്ബ് നൽകുന്നതിൽ സംതൃപ്തി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അതൊക്കെ നമ്മൾ
നമ്മുടെ ഈമാന്റെ കൂടി പൂർത്തീകരണമാണ്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ വാക്കുകൾ ലംഘിക്കേണ്ടി വരും, കളവുകൾ പറയേണ്ടി വരും, വിശ്വാസവഞ്ചന ചെയ്യേണ്ടി വരും, അമാനത്തിൽ ഭംഗം വരുത്തേണ്ടി വരും. പിന്നീട് ആരാധനാമുറകളിൽ പോലും ആ ഒരു ശ്രദ്ധ കുറഞ്ഞു പോവുകയും തിന്മകൾക്ക് മേലെ തിന്മകൾ മേൽക്ക് മേലെ വന്നുകൂടുകയും ചെയ്യും. വീട്ടാൻ ഉദ്ദേശമില്ലെങ്കിൽ പടച്ചിറപ്പിന്റെ തൗഫീഖ് പോലും വീട്ടുന്ന കാര്യത്തിൽ ഉണ്ടാവുകയില്ല. എന്ന് സൂചിപ്പിച്ചുവല്ലോ, വീട്ടാ ഉദ്ദേശിച്ചുകൊണ്ടാണ് കടം വാങ്ങിയത് എങ്കിൽ അല്ലാഹു തആല അവന് വീട്ടിക്കൊടുക്കും. വീട്ടാൻ ആവശ്യമായ സൗകര്യം എളുപ്പം അല്ലാഹു തആല ചെയ്തു കൊടുക്കും. ആ ഉദ്ദേശമൊന്നുമില്ലെങ്കിൽ പടച്ചിറപ്പ് നശിപ്പിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. ആ കടം വാങ്ങിയ സമ്പത്ത് പോലും ഉപകാരപ്പെടുകയില്ല, അത് വീട്ടായിട്ട് കഴിയുകയുമില്ല. അങ്ങനെ അവസാനം ഒരു വാക്ക് ലംഘിക്കുന്നവനായി, പറഞ്ഞ വാക്കിന് സ്ഥിരയില്ലാത്തവനായി, ആളുകൾക്കിടയിൽ വിശ്വാസവഞ്ചന ചെയ്യുന്നവനായി, വിശ്വസിക്കാൻ കൊള്ളാത്തവനായൊക്കെ മുദ്ര കുത്തപ്പെടുകയും നന്മകളിൽ നിന്ന് പിറകോട്ട് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നതിനെ ഗൗരവമായി കാണുക. പടച്ചറപ്പിനോട് ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹു തആല എല്ലാ വിപത്തിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും അധികമായ കടബാധ്യതയിൽ നിന്നുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബിന്റെ ഹലാൽ കൊണ്ട് ജീവിതത്തിൽ സംതൃപ്തി അടയാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.